വനമേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സർക്കാരിന് നിഷേധാത്മക നിലപാടില്ലെന്നും ശാശ്വത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി പോട്ടോമാവ് ആദിവാസി നഗറിൽ ആന പ്രതിരോധ കിടങ്ങുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണം തടയുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള പ്രതിരോധ നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഘട്ടം ഘട്ടമായി മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂവെന്നും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനായി കാടിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് ചെറു കുളങ്ങൾ നിർമ്മിക്കുമെന്നും ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ആന്റി വനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി കൂടി ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ വന്നാൽ പാമ്പുകടിയേറ്റ് മരണമില്ലാത്തൊരു സംസ്ഥാനമായി 2 വർഷത്തിനകം ഈ സംസ്ഥാനത്തെ മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. എന്ന് പറയാൻ ഭൂരിപക്ഷം മരണം അങ്ങനെയായിരുന്നു. പിന്നെയുള്ളത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും ഇറങ്ങി വരാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്? ആ നടപടിയുടെ ഭാഗമായി കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും ഭക്ഷണം ഉറപ്പുവരുത്താനും ആവശ്യമായ വിധത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെറുകുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക. ഈ പദ്ധതിയും നബാർഡിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി തുടങ്ങി വെച്ചിട്ടുണ്ട്. അടുത്ത സീസണാകുമ്പോഴേക്കും ജലലഭ്യത ഉറപ്പുവരുത്താനാവശ്യമായ കുളങ്ങൾ, ചെറുകുളങ്ങൾ അല്ലെങ്കിൽ തടയണകൾ തുടങ്ങിയവ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ശാസ്ത്രീയമായി ചിട്ടയോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ വന്യജീവി ആക്രമണം എന്ന ഭീതിയില്ലാതെ ജീവിക്കാൻ മലയോര കർഷകർക്ക് സൗകര്യമുണ്ടാക്കുന്ന ഒരു നിലപാടിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള 9 പ്രദേശങ്ങളിൽ നബാർഡിന്റെ ധനസഹായത്തോടെ 2.77 കോടി രൂപ ചെലവഴിച്ച് 15.5 കിലോമീറ്റർ ദൂരത്തിലാണ് ആന പ്രതിരോധ കിടങ്ങുകൾ നിർമ്മിക്കുന്നത്. മലയോര മേഖലകളായ കുളത്തൂപ്പുഴ, പാലോട്, പരുത്തിപ്പള്ളി എന്നിവിടങ്ങളിലെ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലും ആദിവാസി ഉന്നതികളിലുമാണ് കിടങ്ങുകൾ നിർമ്മിക്കുന്നത്. അരിപ്പ സംസ്ഥാന വനം പരിശീലന കേന്ദ്രത്തിൽ നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ഡി.കെ. മുരളി എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി. കോമളം, പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർത്തിക സി.പി., ജില്ലാ പഞ്ചായത്ത് അംഗം സോഫി തോമസ്, ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ. കമലാഹർ, വനം പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോണി ജി. വർഗീസ് തുടങ്ങിയവരും പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, തിരുവനന്തപുരം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റീബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. പർച്ചേസ് ചെയ്യുമ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1ാം സമ്മാനമായി ഹോണ്ട ആക്ടിവ സ്കൂട്ടർ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം റെഫ്രിജറേറ്റർ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്കോട്, ആറ്റിങ്ങൽ, പോത്തൻകോട്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ.